നിങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് സംഭവം നടന്ന അന്ന് തന്നെ മിസ്സിംഗ് ആയതും പോലീസിന്റെ സംശയത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. 26-ാം തീയതിയാണ് അടുത്ത സിറ്റിംഗ്. അന്ന് കൊട്ടാരത്തിലെ ആശ്രിതനായ ദാസേട്ടൻ ഒരിക്കലും കൊട്ടാരത്തിലുള്ളവർക്ക് നേരെ തിരിയില്ലെന്നും വിശ്വാസവഞ്ചന കാണിക്കില്ലെന്നും ഉറപ്പു കൊടുക്കണം. പ്രോസിക്യൂഷൻ സൈഡിൽ നിന്ന് വല്ലതും പറയാനുണ്ടോ? യെസ് യുവർ ഓണർ. പ്രതിഭാഗം വക്കീൽ കൊട്ടാരത്തിൽ നടന്നത് കൊലപാതകം തന്നെയാണെന്ന് ഉറപ്പിക്കുകയാണ് ചെയ്തത്. സംഭവ സ്ഥലത്ത് നിന്നും കണ്ടെത്തിയ ഫോസ്ഫറസ് സാന്നിധ്യത്തിന്റെ ഫോറൻസിക് രേഖ ഒരിക്കലും പ്രതി ശിവദാസനെ കുറ്റക്കാരനല്ലെന്ന് പറയുന്നില്ല. പിന്നെ ഒരാൾ ഒരു കൊലപാതകം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോ പല വിദഗ്ധരോട് സംസാരിച്ച് പല സാധ്യതകളും മനസ്സിലാക്കും. ഒരുപക്ഷെ ശിവദാസനും ഫോസ്ഫറസിന്റെ ജ്വലനശേഷി മനസ്സിലാക്കിയിട്ടുണ്ടാവും. ശിവദാസനല്ല ഈ കൊലപാതകം ചെയ്തതെങ്കിൽ മോഷണം പോയെന്ന് പറയുന്ന ആ മണിമാല എവിടെ? കൊട്ടാരത്തിലെ തമ്പുരാനും തമ്പുരാട്ടിയും കൊല ചെയ്യപ്പെട്ടു എന്നറിഞ്ഞ ആ നിമിഷം തന്നെ ശിവദാസൻ കുടുംബത്തോടൊപ്പം ഒളിവിൽ പോകേണ്ട ആവശ്യം എന്താണ്? പ്രതിയാക്കപ്പെട്ട ഈ ശിവദാസൻ നല്ലവനാണെന്ന സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് ശിവദാസൻ പണം കൊടുത്തു വെച്ചിരിക്കുന്ന വക്കീലല്ല, കൊട്ടാരത്തിലുള്ളവരാണ്. ആശ്രിത വേഷം കെട്ടി കൊട്ടാരത്തിലുള്ളവരെ ആരും കൊല ചെയ്ത ശിവദാസൻ എന്ന ഈ ക്രിമിനലിന് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുകയാണ്. ശിവദാസനെ പോലെ നാട്ടിൻപുറത്തുകാരനായ ഒരാൾക്ക് ഫോസ്ഫറസ് പോലുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ച് കൊലപാതകം ചെയ്യാൻ കഴിയുമെന്ന് ഈ കോടതി വിശ്വസിക്കുന്നില്ല. എന്നാൽ കോടികൾ വിലമതിക്കുന്ന മണിമാല കാണാതായതും ആ സമയത്ത് ശിവദാസന്റെയും കുടുംബത്തിന്റെയും മിസ്സിങ്ങും സംശയം ജനിപ്പിക്കുന്നതാണ്. കൊട്ടാരത്തിലെ ആരെങ്കിലും ശിവദാസൻ സത്യസന്ധനായിരുന്നു എന്ന കാര്യം രേഖാമൂലം കോടതിയെ ബോധിപ്പിച്ചാൽ മാത്രമേ അക്കാര്യത്തിൽ കോടതിക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റൂ. അതുവരെ പ്രതി എന്ന് സംശയിക്കുന്ന ശിവദാസൻ റിമാൻഡിൽ തുടരട്ടെ. കേസ് 26-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. എന്തു പറ്റി? അളക് ഡെസ്പാണെന്ന് തോന്നല്ലോ. എന്താടോ ഇയാളെന്താ ഇങ്ങനെ? അതല്ലടോ, ഞാനല്ലാതെ വേറെ ഏതെങ്കിലും നല്ല വക്കീല് വധിച്ചിരുന്നെങ്കിൽ തൻ്റെ അച്ഛന് ചിലപ്പോൾ ജാമ്യം കിട്ടിയേനെ. എനിക്ക് തോന്നി ഇയാൾ അതും ചിന്തിച്ചോണ്ടിരിക്കുമായിരിക്കുമെന്ന്. ഈ നിരാശ തനിക്ക് ഒട്ടും ചേരുന്നില്ല. നിരാശയല്ല, ഒരുതരം കുറ്റബോധം. ഓവർ കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക്. അതിന്റെ ഫലം ഇത്. ആത്മവിശ്വാസം ഉണ്ടെങ്കിലേ വിജയം നേടാൻ പറ്റൂ. ഇയാൾക്കതുണ്ട്. ജാമ്യം കിട്ടിയാലും കിട്ടിയില്ലേലും എന്റെ അച്ഛന് വേണ്ടി വാദിക്കാൻ വക്കീൽ കുപ്പായോട്ട് കയറിയില്ലേ, അതിന് ഒരുപാട് നന്ദിയുണ്ട്. ചിന്നു, മരണം സംഭവിച്ചത് ഫോസ്ഫറസ് മൂലമുണ്ടായ തീപിടുത്തം കൊണ്ടാണെന്ന് കോടതിയെ ധരിപ്പിക്കാൻ പറ്റിയല്ലോ. അതുകൊണ്ട് എന്താ പ്രയോജനം? പ്രയോജനമുണ്ട്. മണിമാല തിരക്കുന്ന പോലീസിന് ഫോസ്ഫറസ് അവിടെ എങ്ങനെ വന്നെന്നുകൂടി അന്വേഷിക്കേണ്ടി വരും.
ആ അന്വേഷണം ചിലപ്പോ യഥാർത്ഥ കൊലയാളിയിലേക്ക് അവരെ എത്തിച്ചാലോ? ഇയാൾക്ക് ചിലപ്പോ പോലീസ് ഡ്രൈവറുടെ ബുദ്ധിയാ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അത് ആ പോലീസുകാർക്ക് പ്രതിയായിട്ട് വേണ്ടത് അച്ഛനെ തന്നെയാ. അച്ഛനെ പ്രതിയാക്കാന്ന് അവരാർക്കോ വാക്കുകൊടുത്തിട്ടുള്ള പോലെയാ പെരുമാറ്റം. അതെ, പോലീസ് എഴുതി പിടിപ്പിച്ച ആ FIR-ന്റെ കോപ്പി വായിച്ചാലും അങ്ങനെ തോന്നും. പിന്നെ നിങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് സംഭവം നടന്ന അന്ന് തന്നെ മിസ്സിംഗ് ആയതും പോലീസിന്റെ സംശയത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. 26-ാം തീയതിയാണ് അടുത്ത സിറ്റിംഗ്. അന്ന് കൊട്ടാരത്തിലെ ആശ്രിതനായ ദാസേട്ടൻ ഒരിക്കലും കൊട്ടാരത്തിലുള്ളവർക്ക് നേരെ തിരിയില്ലെന്നും വിശ്വാസവഞ്ചന കാണിക്കില്ലെന്നും ഉറപ്പ് കൊടുക്കണം. ഉറപ്പ് കൊടുക്കേണ്ടത് രാജകുടുംബത്തിലെ അംഗം തന്നെ ആവണം. അല്ല, ഐശ്വര്യടുത്ത് രാജകുടുംബാംഗല്ലേ? എടോ, ഞാൻ പറഞ്ഞത് അർജുനേട്ടന്റെ ഭാര്യ ഐശ്വര്യലക്ഷ്മിയുടെ കാര്യ. അതെ, അത് താൻ ഐശ്വര്യടുത്തയോട് സംസാരിച്ച് 26-ാം തീയതി കോടതിയിൽ വന്ന് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ദാസേട്ടൻ വിശ്വസ്തനാണെന്ന് പ്രസ്താവന കൊടുക്കാൻ പറയണം. ഞാനോ? അത് താൻ വിചാരിച്ച നടക്കും, എനിക്ക് ഉറപ്പാ. എങ്ങനെ? തനിക്ക് ആളുകളെ തഞ്ചത്തിന് മയക്കെടുക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ടല്ലോ. എങ്ങനെ? അതെടോ, എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാ ഞാൻ പറഞ്ഞത്. തന്റെ എന്ത് എക്സ്പീരിയൻസ്? അതായത് ഒരാളുടെ മനസ്സ് വായിച്ചറിഞ്ഞ് അയാളോട് മറ്റൊരു രീതിയിൽ പെരുമാറാനുള്ള എക്സ്പീരിയൻസ്. മനസ്സിലായില്ല. നിങ്ങൾ പെണ്ണുങ്ങൾ ഇങ്ങനെ എല്ലാം മനസ്സിലാക്കും, എന്നിട്ട് അങ്ങോട്ട് ഒന്നും മനസ്സിലാവാത്ത പോലെ അഭിനയിക്കും. അതാ ഞാൻ പറഞ്ഞത്. മതി മതി മതി, മോൻ വന്ന് വണ്ടി കയറ്. അതെ, താനിതെങ്ങോട്ടാ? താനാ ഡ്രൈവർ, എനിക്ക് ഡ്രൈവിംഗ് ഒന്നും അറിഞ്ഞൂടാ. സോറി, ഞാനത് മറന്നുപോയി. താൻ കയറിക്കോ. എന്താടോ, തനിക്കെന്താ പറ്റിയേ? ഏയ് ഒന്നുമില്ല. അച്ഛൻ തിരിച്ച് പോലീസ് ജീപ്പിലേക്ക് കയറിയപ്പോ പാവ എന്നെ ഒന്ന് നോക്കി. എന്ത് തെറ്റ് ചെയ്തിട്ടാ? താൻ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഭഗവാൻ തുണയായിട്ട് വരും. ഇല്ല, ആയിട്ടില്ല. ലക്ഷ്യത്തിലേക്ക് നടന്നടുക്കുന്നേ ഉള്ളൂ. ചുറ്റും നോക്കിയാൽ നമുക്ക് മുന്നോട്ട് പോവാനാവില്ല. ലക്ഷ്യം മാത്രമാണ് ഇപ്പൊ എന്റെ ഉന്നം. അതെ, അറിയാം. മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്ന പല പ്രതിബന്ധങ്ങളും വരും. അതിനെയൊന്നും ഞാനിപ്പോ വക വെക്കാറേ ഇല്ല. ശരി, നമുക്ക് ബിസിനസ് മീറ്റിൽ കാണാം. ഇല്ലില്ല, പക്ഷെ ഉടനെ ഉണ്ടാവും.